ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരിക്കും. നാളെ ജ്യേഷ്ഠമാസത്തിലെ വെളുത്തപക്ഷ അഷ്ടമിയാണ്. അന്നാണ് മൂകാംബിക അമ്മയുടെ ജന്മദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. നാളത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു ചെറിയ വഴിപാടിനെക്കുറിച്ച്, വ്രതമെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് രാത്രി മുതൽ എങ്ങനെ വ്രതമെടുക്കണം എന്നതിനെക്കുറിച്ചുമാണ്. ഈ അമ്മയ്ക്കുള്ള ഈ ഒരു വഴിപാട് വർഷങ്ങളായിട്ട് ഞാൻ ജ്യേഷ്ഠമാസത്തിലെ അഷ്ടമി വരുമ്പം ചെയ്യുന്നതാണ്. നമ്മൾ അത്രമേൽ വിശ്വാസത്തോടു കൂടി അമ്മയെ പ്രാർത്ഥിച്ച് നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അമ്മ അതിന് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കി തന്നിരിക്കും. മൂകാംബികാ ദേവി എത്രമാത്രം ശക്തിയുള്ള അമ്മയാണെന്നും അമ്മ വിളിച്ചാൽ വെളിപ്പുറത്താണെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതുമാത്രവുമല്ല, അമ്മ വിചാരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കൊല്ലൂരിൽ എത്തിപ്പെടാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. അപ്പം മൂകാംബികാ ദേവിയെ പറ്റി അറിയാത്തവരും കേൾക്കാത്തവരും ഒന്നും തന്നെ ഉണ്ടാവില്ലല്ലോ. വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ജഗജ്ജനനിയാണ് മൂകാംബികാ ദേവി എന്ന് പറയുന്നത്. അതുമാത്രവുമല്ല, ദേവി ആഗ്രഹിക്കാതെ നമുക്കാർക്കും അമ്മയുടെ ആ ഒരു മണ്ണിൽ കാലുകുത്താനും സാധിക്കുകയില്ല. മൂകാംബികാ ക്ഷേത്രത്തിലെ ദേവിയുടെ ജന്മനാളായ ജന്മാഷ്ടമിയാണ് നാളെ, അതായത് 2026 ജൂൺ മാസം 22 തിങ്കളാഴ്ച വരുന്നത്. ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷ അഷ്ടമി നാളിലാണ് അമ്മയുടെ ജന്മനാളായി കരുതി വളരെ വലിയ രീതിയിൽ നമ്മൾ ആഘോഷിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാനിതൊരു 3-4 വർഷങ്ങളായിട്ട് അടുപ്പിച്ച് അമ്മയുടെ ജന്മാഷ്ടമി സമയങ്ങളിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. ഞാൻ ആദ്യമായിട്ട് ഇത് ചെയ്തതിന് ശേഷമാണ് എനിക്ക് മൂകാംബികാ ക്ഷേത്രത്തിൽ പോകാൻ. ഞാൻ നിങ്ങളോട് ദേവീ മാഹാത്മ്യത്തെക്കുറിച്ചുള്ള വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിരുന്നു, അമ്മയുടെ അടുത്ത് പോയിരുന്ന ദേവീ മാഹാത്മ്യം പാരായണം ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പം ഞാനിങ്ങനെ ആദ്യമായിട്ട് ചെയ്തതിന് ശേഷമാണ് എനിക്ക് അമ്മയെ പോയി കാണാനും തൊഴാനും ഒക്കെ സാധിച്ചത്. അതിനുശേഷവും എല്ലാ വർഷവും ദേവി എന്നെ വിളിക്കാറുണ്ട്. അമ്മയുടെ അടുത്ത് പോയി 3-4 ദിവസം നിന്ന് സന്തോഷത്തോടു കൂടി തൊഴുതിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. അപ്പം ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ഈ ഒരു ചെറിയ വഴിപാട്, ഇന്ന് പീരിയഡ്സും പുലവാലായ്മയും ഒന്നുമില്ലാത്തവർ തീർച്ചയായിട്ടും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതിൽ തന്നെ തിങ്കളാഴ്ചയും അഷ്ടമിയും ഒന്നിച്ചാണ് വന്നിരിക്കുന്നത്. തിങ്കളെന്ന് പറയുന്നത് സാക്ഷാൽ പരമേശ്വരൻ്റെ ദിവസമാണ്. അഷ്ടമിയും പരമേശ്വരന് പ്രിയപ്പെട്ട ദിവസമാണ്. അപ്പോൾ അന്ന് തന്നെയാണ് ദേവിയുടെ ആ ഒരു ദിവസവും വന്നിരിക്കുന്നത്, അമ്മയുടെ ജന്മദിനം വന്നിരിക്കുന്നത്. അപ്പം ഉമാമഹേശ്വരന്മാരെ, സാക്ഷാൽ മൂകാംബിക അമ്മ എന്ന് പറയുന്നത് ആദിപരാശക്തി തന്നെയാണ്, സാക്ഷാൽ പാർവതീദേവി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഉമാമഹേശ്വരന്മാരെ, പാർവതീ പരമേശ്വരന്മാരെ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മുഹൂർത്തമാണ് നാളെ എന്നുള്ളത്. വ്രതം എടുത്തുകൊണ്ടോ വ്രതം എടുക്കാതെയോ നമുക്കിത് ചെയ്യാവുന്നതാണ്. വ്രതം എടുക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് സന്ധ്യയ്ക്ക്, ഞായറാഴ്ച രാത്രിയിൽ ലഘുവായിട്ടുള്ള ഭക്ഷണം, ഫ്രൂട്ട്സോ അങ്ങനെയുള്ള എന്തെങ്കിലും കഴിക്കുക. നോൺ വെജ് ഒഴിവാക്കുക, അരിയാഹാരവും ഒഴിവാക്കുക. നാളെ തിങ്കളാഴ്ച സൂര്യോദയത്തിന് മുൻപുണർന്ന് നമ്മൾ കുളിച്ചിട്ട് നമ്മൾ വ്രതം ആരംഭിക്കുകയാണ്. വ്രതം എന്ന് പറയുമ്പം ജലം മാത്രം കുടിച്ചുകൊണ്ടെടുക്കാം, അങ്ങനെ അല്ലെങ്കിൽ പാലും പഴങ്ങളും മാത്രം കഴിച്ചുകൊണ്ടെടുക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേരം അരിയാഹാരം കഴിച്ചുകൊണ്ടെടുക്കാം. നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്രതം എടുക്കുക. കുളിച്ച ഉടനെ നമ്മൾ നമ്മുടെ പൂജാമുറിയിൽ, നമ്മൾ വിളക്ക് കത്തിക്കുന്ന സ്ഥലത്ത് 5 തിരിയിട്ട് നെയ്യൊഴിച്ച് നിലവിളക്ക് കൊളുത്തി അവിടെ ഇരുന്ന് മൂകാംബിക അഷ്ടകം, ലളിതാ സഹസ്രനാമം, ദേവീ മാഹാത്മ്യം അതിലേതെങ്കിലും ഒന്ന് ജപിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത്. ഞാൻ ജപിക്കുന്നത് മൂകാംബിക അഷ്ടകമാണ്. നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. അത് ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ മൂകാംബിക ദേവിയുടെ ഫോട്ടോയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ആ ഒരു ദീപത്തിന് മുൻപിലായിട്ട് നമുക്ക് ഈ 5 തിരിയിട്ട് നിലവിളക്ക് കൊളുത്തി വെക്കാവുന്നതാണ്. നെയ്യൊഴിച്ച് തന്നെ കൊളുത്താനായിട്ട് നാളത്തെ ദിവസം ശ്രമിക്കണം. അതിനുശേഷം അങ്ങനെയല്ല, മൂകാംബിക അമ്മയുടെ ഫോട്ടോ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ സാധാരണ നിലവിളക്ക് തന്നെ സാക്ഷാൽ അമ്മയായിട്ട് കണ്ടാൽ മതിയാവും. ഇനി അങ്ങനെയും അല്ലെങ്കിൽ ഏതൊരു ദേവീഭാവത്തിന് മുന്നിൽ, പ്രത്യേകിച്ച് ചോറ്റാനിക്കര ദേവിയുടെ ഫോട്ടോയൊക്കെ ഉണ്ടെങ്കിൽ അതിന് മുൻപിലായിട്ടാണെങ്കിൽ നമുക്ക് ഈ 5 തിരിയിട്ട നിലവിളക്ക് കൊളുത്തി വെച്ചിട്ട് മന്ത്രം ജപിക്കാവുന്നതാണ്.
അങ്ങനെ ഞാനീ പറഞ്ഞ മൂന്നിൽ ഏതെങ്കിലും മന്ത്രം ജപിച്ചു തീർന്നതിന് ശേഷം നമ്മുടെ മുൻപിലിരിക്കുന്ന നിലവിളക്ക് സാക്ഷാൽ മൂകാംബിക അമ്മയാണെന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് ആ 2 വിരലുകൾ കൊണ്ടും നമ്മുടെ 2 കൈകൾ കൊണ്ടും ആ നിലവിളക്കിനെ തൊഴുത് കണ്ണിൽ വെക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ നേരത്ത് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, യാതൊരു വിധത്തിലുമുള്ള തെറ്റായ ചിന്തകളും നമ്മുടെ മനസ്സിൽ പാടില്ല. അമ്മ മാത്രമേ പാടുള്ളൂ. ഇനിയിപ്പം അമ്മയുടെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് മൊബൈലെടുത്ത് വെച്ചിട്ട് അത് നോക്കിയാൽ അതിലൊന്നും ഒരു തെറ്റുമില്ല. അതിന് ശേഷം ആ ഒരു ദീപത്തിന്, അതല്ല നിങ്ങളുടെ കയ്യിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിന് ധൂപദീപ ആരതി എടുത്ത് എന്തെങ്കിലും ഒരു നിവേദ്യം നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്താണോ അമ്മയ്ക്ക് സമർപ്പിക്കാനുള്ളത് അതും സമർപ്പിച്ച് കർപ്പൂര ആരതിയും എടുത്ത് സ്ത്രീകൾ പ്രണമിക്കുന്നത് പോലെ പ്രണമിച്ച് എൻ്റെ ഈ പ്രാർത്ഥന കേൾക്കണം, എൻ്റെ ഈ ആഗ്രഹം അമ്മയെ സാധിച്ചു തരണം എന്ന് പ്രാർത്ഥിക്കണം. തീർച്ചയായും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് സത്യസന്ധം, നിങ്ങളുടെ മനസ്സ് നിർമ്മലവുമാണെന്നുണ്ടെങ്കിൽ സുഗന്ധത്തിലൂടെയോ അതല്ലെങ്കിൽ കാലൊച്ചയിലൂടെയോ തീർച്ചയായും അമ്മയുടെ ഒരു സാന്നിധ്യം നിങ്ങൾക്കിന്ന് ഫീൽ ചെയ്യാൻ സാധിക്കും. ഇത് രണ്ടിലല്ലെങ്കിൽ നമ്മുടെ ദേഹത്ത് കുളിരു കോരുന്നൊരു പ്രതീതി നിങ്ങളിന്ന് നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടായിരിക്കും. ഞാൻ നിങ്ങൾക്ക് ഇത് ഉറപ്പ് തരുന്ന കാര്യമാണ്. നമ്മുടെ മനസ്സ് നിർമ്മലമായിരിക്കണം. അമ്മ എന്ന് പറയുന്നത് ജഗത് ജനനിയാണ്. നമ്മുടെ അമ്മയെക്കാട്ടിലും നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളെ ചേർത്ത് നിർത്തുന്ന ദേവീഭാവവുമാണ്. നമ്മുടെ പ്രാർത്ഥന സത്യസന്ധമാണെങ്കിൽ, നമ്മുടെ മനസ്സ് നിർമ്മലമാണെങ്കിൽ ഇന്ന് അമ്മ നമ്മുടെ അരികിൽ എത്തിയിരിക്കും. കാരണം ഈ ജന്മാഷ്ടമി ദിവസം അമ്മ ശ്രീകോവിലിനുള്ളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ അമ്മയുടെ ഭക്തരുടെ കൂടെയാണ്, അമ്മയെ മനസ്സറിഞ്ഞ് വിളിക്കുന്നവരുടെ കൂടെയാണ്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങളിത് ചെയ്തിരിക്കണം. നിങ്ങൾക്ക് ഇതിനായിട്ട് കിട്ടുന്ന ഫലം എന്ന് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരുമെന്നതിനേക്കാൾ കൂടുതൽ അമ്മ നിങ്ങളെ ആ അമ്മയുടെ മണ്ണിൽ എത്തിച്ചിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തോടു കൂടി പറ്റുന്നവരൊക്കെ ഇന്നിത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. പിന്നെ നാളെ തിങ്കളാഴ്ച കൂടിയിട്ടായതുകൊണ്ട് മഹാദേവനെയും നമ്മൾ അമ്മയോടൊപ്പം തന്നെ പ്രാർത്ഥിക്കണം. അമ്മയെ പ്രാർത്ഥിക്കുന്നതിന് മുൻപായി നമ്മൾ 5 തിരിയിട്ട് വിളക്കൊക്കെ കൊളുത്തിയതിന് ശേഷം ഓം നമഃശിവായ എന്നുള്ള മന്ത്രം ഒരു 21 പ്രാവശ്യം നമ്മൾ ജപിക്കണം. നാളത്തെ ദിവസം അഷ്ടമിയോടുകൂടി വന്നിരിക്കുന്ന തിങ്കളാഴ്ചയാണ്. സാക്ഷാൽ കാശീപുരാധീശനായിട്ടുള്ള ഭഗവാൻ മഹേശ്വരന് പ്രിയപ്പെട്ട ദിവസം. കാശിയിൽ തന്നെയാണ് അമ്മ അന്നപൂർണേശ്വരിയായിട്ട് വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാനെ ആദ്യം നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം വേണം മൂകാംബികാ ദേവിയെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങാൻ. അത് മറന്നു പോകരുത്. അതേപോലെ തന്നെ രാവിലെ ചെയ്യുന്നതിനോടൊപ്പം വൈകിട്ട് ഒരു 6:30-നും 7-നും ഇടയ്ക്കുള്ള സമയത്തും ഈ സെയിം കാര്യം തന്നെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അതായത് രാവിലെ എന്ന് പറയുമ്പം നമ്മൾ വ്രതമായിട്ട് എടുത്ത് തുടങ്ങി അമ്മയ്ക്ക് മുൻപിലിരുന്ന് ചെയ്യുന്നതാണ്. വൈകിട്ട് സന്ധ്യയ്ക്ക് ശേഷമാണ് ഏറ്റവും ഓസ്പീഷ്യസ് ടൈം എന്ന് പറയുന്നത്. രാവിലെയും വൈകിട്ടും ചെയ്യാൻ പറ്റിയാൽ അത് ഉത്തമമാണ്. ഇനി ഏതെങ്കിലും ഒരു നേരം മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നവർക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്നത് വൈകുന്നേരമാണ്. ഇതേ രീതി തന്നെയാണ് 5 തിരിയിട്ട് നെയ്യൊഴിച്ച് നിലവിളക്ക് കൊളുത്തുക. അമ്മയുടെ ഫോട്ടോ വിഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ വെക്കാം. അങ്ങനെയല്ല, ഇനിയിപ്പോൾ നിലവിളക്ക് കത്തിക്കാൻ പറ്റില്ലെങ്കിൽ ഒരു ചെറിയ മൺവിളക്കിലെങ്കിലും നെയ്യൊഴിച്ച് കൊളുത്തി അതിന് മുൻപിലിരുന്ന് മൂകാംബിക അഷ്ടകം ജപിക്കുക. ഇനിയിപ്പോൾ ഗൂഗിളിൽ നോക്കി മൂകാംബിക അഷ്ടകം എടുക്കാൻ അറിയാത്തവർക്ക് ലളിതാ സഹസ്രനാമം, ദേവി മഹാത്മ്യത്തിലെ നാരായണീ സ്തുതിയൊക്കെ ജപിക്കാവുന്നതാണ്. അപ്പോൾ ഈ 2 നേരത്തെ ഈ ഒരു മന്ത്രജപം എന്ന് പറയുന്നത് നമുക്ക് അമ്മയോട് കൂടുതൽ അടുക്കാനും മൂകാംബിക ക്ഷേത്രത്തിൽ ഇതുവരെ പോകാൻ പറ്റാത്തവർക്ക് അങ്ങോട്ടുള്ള അമ്മയുടെ അനുവാദം ലഭിക്കുന്നതുമൊക്കെയാണ്. നമ്മളെ അത്രമേൽ അമ്മ നമ്മളെ ചേർത്ത് പിടിക്കുന്ന കുറച്ച് നിമിഷങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, അമ്മ ആ സമയത്ത് ഏറ്റവും കൂടുതൽ വെളിയിലാണുള്ളത്, അമ്മയുടെ ഭക്തരുടെ കൂടെയാണുള്ളത്. അതുമാത്രവുമല്ല, ഇപ്പോൾ ആ സമയത്ത് മൂകാംബിക ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ എവിടെ ഇരുന്ന് വിളിച്ചാലും നമ്മുടെ ജഗത് ജനനി നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കും എന്നുള്ളതാണ് അതിന് പിന്നിലെ മറ്റൊരു കാര്യം കൂടി. അപ്പോൾ വിശ്വാസമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ നാളത്തെ ദിവസം വീടിനടുത്തുള്ള ഭഗവതി ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ഭഗവതി ക്ഷേത്രത്തിൽ, മൂകാംബിക ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയാൽ ഏറ്റവും നല്ലത്, ചോറ്റാനിക്കരയിൽ പോകാൻ പറ്റിയാൽ അത് ഉത്തമമാണ്. അങ്ങനെയല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭഗവതി ക്ഷേത്ര ദർശനം നടത്തുന്നതും അവിടെ അമ്മയ്ക്ക് നല്ല കുങ്കുമം അതുപോലെ തന്നെ ചുമന്ന കളറിലെ പൂക്കളൊക്കെ സമർപ്പിച്ച് അമ്മയെ പോയി കണ്ടു തൊഴുന്നതും നമുക്ക് വളരെ ഐശ്വര്യം തന്നെ തരും. അപ്പോൾ അതും നാളെ കഴിയുന്നതും എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.